ക്രിസ്തു മതത്തിലേക്ക് ഹിന്ദുക്കൾ മതമാറുന്നത് കണ്ട് RSS അമൈപ്പിനരും വിശ്വ ഹിന്ദു പരിഷത്തെ ചേർന്ന അമൈപ്പിനരും ബജ്രംഗ് ദൾ അമൈപ്പിനരും BJPയിനരും ഭയപ്പെടുന്നത് എന്തിന്? ഇവരുടെ ഭയത്തിൻ്റെ കാരണം എന്നാ? എന്തിനു വേണ്ടിയാണ് ഇവർ ഭയപ്പെടുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് ഈ വീഡിയോ കാണുന്ന മനുഷ്യർ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്തിനു വേണ്ടിയാണ് ഇവർ ക്രിസ്ത്യാനികൾക്കെതിരായി മതകലവരത്തിൽ ഈടുപെട്ട് നാട്ടിലുള്ള ചെറുപാന്മ മക്കൾക്കെതിരാകെ മതകലവരങ്ങളിൽ ഈടുപെടുന്നത്? എന്തിനു വേണ്ടിയാണ്? മുസ്ലിമുകൾക്കെതിരായും ക്രിസ്ത്യാനികൾക്കെതിരായും നാട് മുഴുവതിലും മതകലവരത്തിൽ ഈടുപെട്ട് இந்த ചെറുപാന്മ ഇനത്തെ ചേർന്ന മക്കളെ തുൻപുറുത്തി കഷ്ടപ്പെടുത്തി വേദനപ്പെടുത്തി ഉപദ്രവിത്ത് പീഡിപ്പിച്ചുകൊണ്ട് വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതാണ് എൻ്റെ ചോദ്യം. BJPയെ ചേർന്ന മക്കൾ அந்த രാഷ്ട്രീയത്തെ ചേർന്നവർകൾ ഇതിനുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇവരുടെ ലക്ഷ്യം എന്താണ്? രാഷ്ട്രീയത്തിൽ വോട്ട് നേടുന്നതിന് വേണ്ടി ഹിന്ദുക്കളെ അവരുടെ മതത്തിൽ പിടിച്ചു വയ്ത്തുകൊണ്ട് അവരുടെ വോട്ട് സമ്പാദിக்கலாம் എന്ന് വിചാരിച്ചു കൊണ്ടാണോ? അല്ലെങ്കിൽ പിന്നെ വേറെ എന്താണ് ഇതിൻ്റെ ഉൾനോക്കം? എന്തിനു വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്? വോട്ട് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണോ? വേറെ എന്താണ് ഇവരുടെ ലക്ഷ്യം? മതം മാറുന്നത് അവരവരുടെ സ്വന്തം വിരുപ്പം, സ്വന്തം ഇഷ്ടം, മന ആശ, അവരുടെ മനസ്സിൽ തോന്നുന്ന മതത്തിലേക്ക് മാറുന്നത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വതന്ത്രമാണ്. അവർക്കതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. அதை തടുക്കുവാൻ നിങ്ങളാരാണ്? ഹിന്ദു മതത്തിലിരുന്ന് വേറെ ഏത് മതത്തേക്കും മാറുവാനോ സ്വീകരിക്കുവാനോ ദൈവത്തെ വണങ്ങുവാനോ അവർക്ക് സ്വതന്ത്രമുണ്ട്, അവകാശമുണ്ട്, അതിനുള്ള അധികാരവും അവർക്കുണ്ട്. அதை തടുത്തു നിർത്തുവാൻ നിങ്ങളാരാണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് അവരെ തടുക്കുന്നത്? ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും ഉപദ്രവിക്കുന്നത് എന്തിന്? ആരാണ് നിങ്ങളെ വന്ന് നിർബന്ധിച്ച് മതം മാറ്റിയിരിക്കുന്നത്? ക്രിസ്ത്യാനികൾക്ക് മതം മാറ്റുന്നതാണോ പണി? നിങ്ങൾക്കിഷ്ടമുള്ള മതത്തിലേക്ക് നിങ്ങൾ മാറുന്നു. എന്തിന് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു? അവരെ പീഡിപ്പിക്കുന്നത് എന്തിന്? അവരുടെ ദേവാലയങ്ങളിൽ കയറി ആക്രമിക്കുന്നത് എന്തിന്? അവരുടെ കൊണ്ടാട്ടങ്ങളെ തടുത്തു നിർത്തി അതിന് ഉപദ്രവം ചെയ്ത് அதை തടുത്ത് അതുക്ക് നാശം പണി അതற்கு അടിച്ച് ഉടച്ച് പീഡിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ എന്താണ് അതിൽ നിന്ന് സാധിക്കുവാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളെക്കൊണ്ട് ഒന്നും തന്നെ സാധിക്കുവാൻ കഴിയുകയില്ല. വെറുതെ അട്ടഹാസം ചെയ്ത് അഴിഞ്ഞാടി നാട്ടിലുള്ള ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും ഉപദ്രവിച്ചുകൊണ്ട് തിരിയുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? ഹിന്ദുക്കളാൽ ചെറുപാന്മ ഇനത്തെ ചേർന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും ഉപദ്രവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നന്മയാണ് ഉണ്ടാകുന്നത്? ആവശ്യമില്ലാതെ അവരെ ഉപദ്രവിക്കുന്നത് എന്തിനെ? സത്യദൈവം ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ വണങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവങ്ങളെല്ലാം വിഗ്രഹങ്ങളെല്ലാം സത്യം ആണെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഏതാണ് സത്യദൈവമെന്നറിയാതെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിമുകളുടെയും നെഞ്ചത്ത് കയറുന്നത് എന്തിനെ? ലോകാവസാന നാളിൽ സകല ജാതികളെയും ജനങ്ങളെയും മനുഷ്യരെയും ഭൂമിയിലുള്ള സകലരെയും ന്യായം തീർക്കുവാനായി യേശു ക്രിസ്തു ഭൂമിക്ക് ഇറങ്ങി വരും എന്ന സത്യം നിങ്ങൾക്കറിയുമോ? ആ ന്യായ തീർപ്പിലിരുന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും?
യേശു ന്യായം തീർക്കാൻ വരുമ്പോൾ സകല ജനങ്ങളും, എല്ലാ ജാതി ജനങ്ങളും യേശുവിൻ്റെ മുന്നിൽ ന്യായ തീർപ്പിനായി നിൽക്കേണ്ടി വരും എന്ന സത്യം നിങ്ങൾക്കറിയുമോ? ഈ ലോകത്തിൻ്റെ സത്യ ദൈവം യേശുവാണ്. യേശു പറഞ്ഞു, ഞാനാകുന്നു ലോകത്തിൻ്റെ സത്യം എന്ന്. അങ്ങനെയെങ്കിൽ മറ്റുള്ളതൊക്കെ എന്താണ്? യേശു തന്നെ സത്യമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ മറ്റുള്ളതൊക്കെ എന്ത്? സത്യമാണോ? അങ്ങനെയാണെങ്കിൽ മറ്റുള്ളതൊക്കെ സത്യമല്ല എന്നാണ് ആ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു പറഞ്ഞു, ഞാനാണ് ഈ ലോകത്തിൻ്റെ ഒളി, പ്രകാശം എന്ന്. ഈ ലോകത്തിൻ്റെ പ്രകാശം ഞാനാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ നീതി ഉള്ളതൊക്കെ, ബാക്കിയുള്ളതൊക്കെ വെളിച്ചമല്ല, അന്ധകാരമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു വെളിച്ചമാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഇരുളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. വെളിച്ചം യേശുവാണെങ്കിൽ നീതി ബാക്കിയുള്ളതൊക്കെ അന്ധകാരം എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഈ ലോകത്തിൻ്റെ സത്യം ഞാനാകുന്നു എന്ന് യേശു അധികാരപൂർവ്വമായി അടിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളതൊക്കെ നുണൈ, കള്ളം, ചതി, വഞ്ചന എന്നാണ് അർത്ഥം. മറ്റുള്ളതൊക്കെ സത്യമല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. മറുപടിയും യേശു പറഞ്ഞു, ഞാൻ സത്യവും ജീവനും വഴിയുമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ വഴിയാകുന്നു, ലോകത്തിൻ്റെ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി ഞാനാകുന്നു എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വർഗത്തിലേക്ക് വേറൊരു വഴിയിലും സ്വർഗത്തിലേക്ക് കയറാൻ കഴിയുകയില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മറ്റുള്ളതൊന്നും സ്വർഗത്തിലേക്കുള്ള വഴി അല്ല എന്നതാണ് യേശു പറഞ്ഞ വാക്കുകളുടെ അർത്ഥം. യേശുവിലൂടെയല്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് എത്തുകയില്ല എന്നതാണ് അതിൻ്റെ ചുരുക്കം. മറുപടിയും യേശു പറയുന്നു, ഞാനാണ് ജീവൻ. സകല ഉയിരിനങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും ജീവൻ കൊടുത്തവൻ ഞാനാകുന്നു എന്നാണ് യേശു പറഞ്ഞ വാക്കുകളുടെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ജീവൻ കൊടുത്തവൻ യേശുവാണ്. ആ യേശുവിന് സകല ജീവൻ്റെ മേലും അധികാരമുണ്ട്. അതെ, കൊല്ലുവാനും അഴിക്കുവാനും ഉണ്ടാക്കുവാനും ജീവൻ കൊടുക്കുവാനും യേശുവിന് അധികാരമുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ കാണുന്ന മറ്റതൊന്നും സത്യമല്ല, പൊയ്യെ, മറ്റതൊന്നും വഴിയല്ല, സ്വർഗത്തിലേക്കുള്ള വഴിയല്ല, മുഴുവനും തെറ്റായ വഴികളാണ്. മറുപടി യേശു പറയുന്നു, ഞാനാവുന്നു ജീവനെന്ന്. അങ്ങനെയാണെങ്കിൽ യേശുവാണ് സകല ജീവനെയും ഉണ്ടാക്കിയ ദൈവം. അങ്ങനെയെങ്കിൽ മറ്റുള്ളതൊന്നും സത്യമല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സകലത്തെയും ഉണ്ടാക്കി ജീവനെ കൊടുത്തവൻ യേശുവാണ്. മറ്റതൊക്കെ നുണയാണ്, വഞ്ചനയാണ്, ചതിയാണ്, അത് സത്യമല്ല എന്നതാണ് ഈ വാക്കുകളുടെ അർത്ഥം. മറുപടിയും യേശു പറയുന്നു, ഞാനാകുന്നു വാതിൽ, സ്വർഗത്തിലേക്കുള്ള വാതിൽ ഞാനാകുന്നു. എന്നിലൂടെയല്ലാതെ ഒരുവനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. യേശുവാണ് വാതിലെങ്കിൽ യേശുവെ വിശ്വസിച്ച് യേശുവിലൂടെയല്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് കയറുവാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ പല വിഷയങ്ങൾ യേശു ഭൂമിയിലുള്ള ജനങ്ങളോട് സംസാരിച്ചു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. യേശുവിനെ കൊന്ന് കുരിശിൽ കൊല്ലപ്പെട്ട് ആണിതറച്ച് കൊന്ന് കല്ലറയിൽ അടക്കി വെച്ചു. മൂന്നാമത് ദിവസം യേശു കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് ശിഷ്യന്മാർക്ക് കാഴ്ച കൊടുത്തുകൊണ്ട്, ദർശനം കൊടുത്തുകൊണ്ട്, തന്നെ കാണിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ഇതാ ഞാൻ മറുപടിയും നിങ്ങളോടുകൂടെ ഉയിരോടെ ജീവനോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിരൂപിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ചാവിന്മീത് എനിക്ക് അധികാരമുണ്ട്.
മേൽ എനിക്ക് അധികാരമുണ്ട് എന്ന് യേശു ഉറുതിപ്പെടുത്തി ഉറപ്പാക്കി പറഞ്ഞു. മരണത്തിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ടെന്ന് നിരൂപിച്ചു, സ്ഥാപിച്ചു. ആകയാൽ മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റു വന്ന് മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു വന്ന് യേശു മരണത്തിന്മീത് തനിക്ക് അധികാരമുണ്ട് എന്നത് കാണിച്ചു കൊടുത്തു മക്കൾക്ക്. എന്നെ ആരും അടക്കി വയ്ക്കുവാൻ കഴിയുകയില്ല എന്ന് സ്ഥാപിച്ചു. മരണത്തിന് തന്നെ അടക്കി വയ്ക്കുവാൻ ഇല്ലയെന്ന് യേശു ജനങ്ങൾക്കും ലോകത്തിനും സ്ഥാപിച്ച് കാണിച്ചു കൊടുത്തു. തൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ് അത് വെളിപ്പെടുത്തി തെളിവുപെടുത്തി സ്ഥാപിച്ചു. അങ്ങനെ യേശുവിന് ഉയിരിന്മീതും ജീവൻ്റെ മേലും അധികാരമുണ്ടെന്നും മരണത്തിൻ്റെ മേലും അധികാരമുണ്ടെന്ന് താൻ ഉയിർത്തെഴുന്നേറ്റുവെന്ന് അത് ഉറപ്പുപെടുത്തി. യേശു ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല മനുഷ്യരെ ചത്തുപോയി, മരിച്ചുപോയി, അടക്കം പണ്ണിന കല്ലറയിൽ നിന്നുകൂടി എഴുന്നേൽപ്പിച്ച് വെളിയെ കൊണ്ടുവന്നിട്ടുണ്ട്. മരിച്ച ശവത്തിൽ നിന്ന് പലരെയും ജീവനോടെ എഴുപ്പി തനിക്ക് ജീവൻ്റെ മേൽ അധികാരമുണ്ട്, മരണത്തിൻ്റെ മേൽ അധികാരമുണ്ട് എന്നത് സ്ഥാപിച്ചു, ഉറുതിപ്പെടുത്തി നിരൂപിച്ച് കാണിച്ചു കൊടുത്തു. ഇന്നും ലോകത്തിൽ മരിച്ചുപോയ പല മനുഷ്യരെയും യേശു മക്കളുടെ ആവശ്യപ്രകാരം അവരുടെ ശവശരീരത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ജീവൻ കൊടുത്ത് ഉயிருള്ളവരാക്കി ജീവനുള്ളവരാക്കി ജീവിപ്പിച്ചുകൊണ്ട് വരുന്നു. പല മനുഷ്യരെയും അവരുടെ ശവത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ജീവിക്കുവാൻ അനുവദിച്ചിട്ടുണ്ട് യേശു. അങ്ങനെ യേശുവിനെ മരണത്തിന്മീതും ചാവിന്മീതും ഉയിരിന്മീതും ജീവൻ്റെ മേലും അധികാരമുണ്ട് എന്നത് സ്ഥാപിച്ചുകൊണ്ടേ വരുന്നു. ഭരണം നേടുവാനായി, രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി, മക്കളുടെ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരായി പല ഉപദ്രവങ്ങളെ അഴിച്ചുവിട്ടുകൊണ്ട് നാട് മുഴുവതിലും ക്രിസ്ത്യാനികൾക്കെതിരെ അഴിഞ്ഞാടിക്കൊണ്ട് വരുന്നു. അത് ശരിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സാക്ഷി പ്രകാരം മനസ്സാക്ഷിയെ തൊട്ട് ഉത്തരം പറയുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? RSS അമൈപ്പെ ചേർന്നവர்களுം വിശ്വഹിന്ദു പരിഷത്തെ ചേർന്നവர்களுം ബജ്രംഗ് ദൾ അമൈപ്പെ ചേർന്നവர்களுം BJPയിനരും ചെയ്യുന്ന ഈ അഴിഞ്ഞാട്ടം, ഈ കൂത്താട്ടം ശരിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് യേശുവിൻ്റെ ന്യായത്തീർപ്പിൽ നിന്ന് രക്ഷപ്പെടുക? നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന അന്യായങ്ങളും അക്രമങ്ങളും വഞ്ചനയും ചതിയും കൊള്ളയും കൊലയും അഴിഞ്ഞാട്ടവും ഉപദ്രവങ്ങളും ചെയ്തുവിട്ട് നീതിക്ക് പുറമേയായി ജീവിച്ച് സത്യമാർഗത്തിൽ ജീവിക്കാതെ നീതിയും സത്യവുമില്ലാതെ ജീവിച്ച് അന്യായവും അക്രമങ്ങളും ചെയ്ത് അസത്യപാതയിൽ ജീവിച്ചുകൊണ്ട് അവസാനം ന്യായത്തീർപ്പിനായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ യേശു ക്രിസ്തുവിന് മുമ്പിൽ നിങ്ങൾ എങ്ങനെ തല നിമിർത്തി തല ഉയർത്തി മുഖത്തോട് മുഖം നോക്കാൻ മുടിയും? എങ്ങനെ യേശുവിൻ്റെ മുഖത്തോട് മുഖം നിങ്ങളാൽ നോക്കാൻ കഴിയും എന്നതാണ് എൻ്റെ ചോദ്യം. ഈ ലോകത്തിൽ കാണുന്ന ഒരു ദൈവങ്ങളും സത്യമല്ല. ഒരേ ഒരു സത്യദൈവം യേശു ക്രിസ്തുവാണ് എന്ന സത്യം നിങ്ങൾ അറിയാതിരിക്കുന്നു. നിങ്ങളെ അറിയാതിരിക്കുവാൻ തക്കവണ്ണം പിശാച് നിങ്ങളെ വഴി നടത്തുന്നു. ആകയാൽ അന്ധകാരത്തിൻ ആയ പിശാച് നിങ്ങളെ വഴി നടത്തുന്നതുകൊണ്ട് നിങ്ങൾ അന്ധകാരത്തിലിരിക്കുന്നു. നിങ്ങൾ കുരുടർകളെ പോലെ ജീവിക്കുന്നു. സത്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത വിധം നിങ്ങളെ കുരുടർകളാക്കി സാത്താൻ പിടിച്ച് ബന്ധിച്ച് അവനക്ക് അടിമകളാക്കി നിങ്ങളെ വെച്ചിരിക്കുന്നതുകൊണ്ട് സത്യം നിങ്ങളാൽ അറിയുവാനോ കണ്ടുപിടിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത വിധം നിങ്ങളെ സാത്താൻ ബന്ധിച്ച് കെട്ടിവെച്ച് കുരുടറുകളാക്കി സത്യത്തെ കാണാൻ പറ്റാത്ത വിധം
നിങ്ങളെ കുരുടറുകളാക്കി വെച്ചിരിക്കുകയാണ് എന്ന സത്യം നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ സത്യം എന്താണെന്ന് അറിഞ്ഞിരിക്കുമായിരുന്നു. ആ സത്യത്തെ നിങ്ങൾ പിൻപറ്റുമായിരുന്നു. നിങ്ങൾ നീതിയിലും സത്യത്തിലും ജീവിക്കുമായിരുന്നു. നിങ്ങൾ ആ സത്യത്തെ അറിയായികയാൽ അന്ധകാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട്, സാത്താൻ്റെ അന്ധകാരത്തിൽ പിടിയിൽ ചിക്കി ഇരിക്കുന്നത് കൊണ്ട്, നിങ്ങളെക്കൊണ്ട് ഈ ലോകത്തിൻ്റെ സത്യം എന്താണ് എന്ന് നിങ്ങളെക്കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധം നിങ്ങളെ കുരുടറുകളാക്കി വച്ചിരിക്കുകയാണ് സാത്താൻ. ആകയാൽ സത്യം എന്താണെന്ന് നിങ്ങളെക്കൊണ്ട് കാണുവാനോ ഗ്രഹിക്കുവാനോ കഴിയുന്നില്ല. നിങ്ങൾ ഇരുളിൽ കഴിയുന്ന മനുഷ്യരാണ്. നിങ്ങൾ സത്യത്തിൽ എത്തിയിട്ടില്ല. സത്യം നിങ്ങളെ വിടുതലയാക്കിയിട്ടുമില്ല. സത്യം അറിഞ്ഞിരുന്നുവെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുമായിരുന്നു. എന്നാൽ സത്യം അറിയായതുകൊണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കാതെ അന്ധകാരത്തിൻ പിടിയിൽ, അന്ധകാരത്തിൻ അടിമത്തനത്തിൽ നിങ്ങൾ ജീവിച്ചു പോവുകയാണ്. നിങ്ങൾ സത്യമെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നീതിയുമില്ല, സത്യവുമില്ല. അന്ധകാരത്തിൻ്റെ അടിമകളായി നിങ്ങൾ ജീവിച്ചു പോരുകയാണ്. യേശു പറഞ്ഞു, ഞാനാകുന്നു ഈ ലോകത്തിൻ്റെ വെളിച്ചം. എന്ന് വെച്ചാൽ ഈ ലോകത്തിന് വേറൊരു പകുതിയുണ്ട്. ഒരു ദിവസത്തിന് പകലുമുണ്ട്, രാത്രിയുമുണ്ട്. യേശു പകലാണെങ്കിൽ രാത്രിയാർ. യേശു പറയുന്നു, ഞാനാകുന്നു ലോകത്തിൻ്റെ വെളിച്ചം. അപ്പോൾ ലോകത്തിൻ്റെ ഇരുൾ യാർ. പകലുണ്ടെങ്കിൽ ഇരുളുമുണ്ട്, രാത്രിയുമുണ്ട്. രാത്രിയാർ. യേശു വെളിച്ചമാണെങ്കിൽ പിശാച് ആണ് ഇരുൾ. ഇരുളിൻ്റെ അധിപതി പിശാചാണവൻ, സാത്താൻ താൻ പിശാചിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതി. യേശു വെളിച്ചത്തിൻ്റെ അധിപതിയായിരിക്കുന്നത് പോലെ അന്ധകാരത്തിൻ്റെ അധിപതി പിശാചാണവൻ. ഒളിയിൽ യേശുവെ പിൻപറ്റുகிறவர் ഒളിയിലിരിக்கிறார்கள். യേശുവിനെ പിൻപറ്റുന്ന ജനങ്ങൾ, മനുഷ്യർ വെളിച്ചത്തിൽ ഇരിക്കുന്നു, പ്രകാശത്തിൽ സഞ്ചരിക്കുന്നു. അവർ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. യേശുവിനെ പിൻപറ്റുന്ന, യേശുവിനെ അനുഗമിക്കുന്ന മക്കൾ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ യേശുവിനെ അനുഗമിക്കാത്ത, യേശുവിനെ അറിയാത്ത മക്കൾ പിശാചിൻ്റെ പിടിയിൽ, പിശാചിൻ്റെ അടിമത്തനത്തിൽ, ഇരുളിൽ കഴിയുന്നവരാണ്. ഇരുളിൽ കഴിയുന്ന മക്കളിടം സത്യമില്ല, നീതിയില്ല. പിശാചിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അവർ വെച്ചിരിക്കും. പിശാചിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വഞ്ചന, ചതി, കൊല, കൊള്ളയടി, അഴിഞ്ഞാട്ടം, വെറുപ്പ്, വിരോധം, വൈരാഗ്യം, പൊയ്യ്, നുണ, കള്ളം, അക്രമം, സൂത്, മന്ത്രവാദം, ബാക്കിയെല്ലാം ഇരുളിൻ്റെ ചയലുകൾ മുഴുവനും പിശാചിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ്. ഇത് മുഴുവനും പിശാചിൻ്റെ അടിമയായിരിക്കുന്ന, പിശാചിൻ്റെ അന്ധകാരത്തിൽ വസിക്കുന്ന മക്കളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് നാട്ടിലുള്ള ക്രിസ്ത്യാനികൾക്കെതിരാകെ ഹിന്ദു മതത്തെ ചേർന്ന മതതീവ്രവാദികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് പിശാചിൻ്റെ സ്വഭാവ ഗുണമാണ്. പിശാചിൻ്റെ സ്വഭാവ ഗുണമാണ് പിശാചിനെ പിൻപറ്റുന്ന മക്കൾ വെളിക്കാട്ടിക്കൊണ്ടുവരുന്നത് നാട് മുഴുവനും. ക്രിസ്തുമസ് ക്രിസ്തുമസ് കൊണ്ടാടിക്കൊണ്ടിരുന്ന സമയത്തിൽ, ആഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ നാട് മുഴുവതും ക്രിസ്തു മതത്തിന് എതിരായി ഹിന്ദു മതത്തെ ചേർന്ന ഹിന്ദുത്വ തീവ്രവാദികൾ അഴിഞ്ഞാടിക്കൊണ്ടുവന്നു. അവരെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു, അവരുടെ ദേവാലയങ്ങളെ ആക്രമിച്ചു, ക്രിസ്തുമസ് കരോൾ നടത്തിക്കൊണ്ടുവന്ന കുട്ടികളെയും ആളുകളെയും ആക്രമിച്ചു, ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, കൊടുമൈപ്പെടുത്തി. ഇത് മുഴുവനും പിശാചിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ആണ് എന്നത് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഴിഞ്ഞാടിയവരൊക്കെ പിശാചിൻ്റെ സന്തതികളാக ഇരിക്കുന്നു. പിശാചിൽ നിന്ന് പിറന്നവരാണ്. പിശാചിൻ്റെ സ്വഭാവ ഗുണങ്ങൾ വെച്ചുകൊണ്ട് നാട് മുഴുവനും ക്രിസ്ത്യാനികൾക്കെതിരായി
ക്രിസ്ത്യാനികൾക്ക് എതിരായി അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് എന്ന സത്യവും കൂടെ നിങ്ങൾ ഈ വീഡിയോ മൂലം അറിഞ്ഞിരിക്കേണ്ടതാണ്, മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിശാചിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് നാട് മുഴുവതിലും ഹിന്ദുത്വ തീവ്രവാദികൾ കാണിച്ചു കൊണ്ടുവരുന്നത്. അവരിടം സത്യമില്ല, നീതിയില്ല. അവരിടം ഉള്ളത് അസത്യം, അന്യായം, അക്രമം, വഞ്ചന, ചതി, കൊലൈ, കൊള്ളൈ, അക്രമം, അഴിഞ്ഞാട്ടം, ഉപദ്രവം, പോട്ടി, പൊറാമൈ, വൈരാഗ്യം, വെറുപ്പ്, വിരോധം, കോപം, മുൻകോപം. ഇത് മുഴുവതും പിശാചിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ്. ഈ സ്വഭാവ ഗുണങ്ങൾ വെച്ചുകൊണ്ടാണ് ഹിന്ദുത്വ തീവ്രവാദികൾ നാട് മുഴുവതിലും ക്രിസ്ത്യാനികൾക്കെതിരായി ക്രിസ്ത്യാനികളുടെ ആലയങ്ങളിൽ കയറി അക്രമങ്ങൾ കെട്ടവീഴ്ത്ത് വിട്ട് അവിടെയുള്ള ആളുകളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് ആക്രമിച്ച് പൊരുളുകൾ അടിച്ച് ഉടച്ച് നാശം ചെയ്തുകൊണ്ട് വരുന്നത് ഇതുകൊണ്ടാണ്. പിശാചിൻ്റെ മക്കളായതുകൊണ്ടാണ് അവർ ഈ പ്രവർത്തികളിൽ ഈടുപെടുന്നത്, ഈ പ്രവർത്തികളിൽ അവർ കാണിച്ചു കൂട്ടുന്നത്. ഈ കോപ്രായങ്ങളൊക്കെ അവർ കാണിച്ചു കൂട്ടുന്നത് പിശാചിൻ്റെ സന്തതികളായതുകൊണ്ടാണ്. പിശാചിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് അവർ വെളിപ്പെടുത്തുന്നത് ഇവിടെയൊക്കെ. ഇതിൽ നിന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പിശാചിനെ അനുഗമിക്കുന്ന മക്കൾ ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് ഇരിക്കും എന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ പിശാചിൻ്റെ സ്വഭാവ ഗുണം ഈ ഹിന്ദുത്വ തീവ്രവാദികളിൽ ഉള്ളതുകൊണ്ടാണ് ബജ്രംഗ് ദൾ അമൈപ്പിനരിലും RSS അമൈപ്പിനരിലും വിശ്വ ഹിന്ദു പരിഷത്ത് അമൈപ്പിനരിലും BJPയിലും ഈ പിശാചിൻ്റെ ഇരുളുക്ക് അധിപതി ആകെ ഇരിക്കുന്ന പിശാചാണവൻ അല്ലത് സാത്താനാണവൻ. അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഇവർക്ക് ഉള്ളതുകൊണ്ടാണ്, അവനിൽ നിന്ന് പിറന്നവരായതുകൊണ്ടാണ്, സാത്താനിൽ നിന്ന് പിറന്നവരായതുകൊണ്ടാണ് അവൻ്റെ സ്വഭാവ ഗുണം ഇവർ കാട്ടുന്നത്. വടക്കേ ഇന്ത്യയിൽ മുസ്ലിമുകൾക്കെതിരാകെ പശുവിനെ ഇറച്ചിക്കായി വെട്ടി കൊന്ന് ഇറച്ചിക്ക് വേണ്ടി പശുവിനെ കൊല്ലുന്ന മുസ്ലിം സഹോദരങ്ങളെ കണ്ടുപിടിച്ച് അവരെ ആക്രമിച്ച് അവരെ കൊന്ന് പെട്രോൾ ഒഴിച്ച് ഡീസൽ ഒഴിച്ച് അവരെ എരിച്ച് കൊല ചെയ്തുകൊണ്ട് അഴിഞ്ഞാടിക്കൊണ്ടുവരികയാണ് ബജ്രംഗ് ദൾ അമൈപ്പെ ചേർന്ന ഹിന്ദുത്വ തീവ്രവാദികൾ. ഇത് ആരുടെ സ്വഭാവ ഗുണമാണ്? സത്യദൈവത്തിൻ്റെ സ്വഭാവ ഗുണമാണോ? ഉത്തരം പറയുവിൻ. സത്യദൈവത്തിൻ്റെ സ്വഭാവ ഗുണമാണോ? സത്യദൈവത്തിൻ്റെ സ്വഭാവ ഗുണം ശാന്തം, സ്നേഹം, സമാധാനം, പൊറുമൈ, ക്ഷമ, അൻപ്, സ്നേഹം, ക്ഷമ, പൊറുമൈ, ശാന്തം, സമാധാനം, സ്നേഹം, അൻപ്, സ്നേഹം, പൊറുമൈ, ക്ഷമ, ക്ഷമിക്കുക എന്നതൊക്കെയാണ് സത്യദൈവത്തിൻ്റെ സ്വഭാവ ഗുണം. ഇവർ അന്യായ അക്രമത്തിന് പോവുകയില്ല. ഇവരിടത്തിൽ നീതി ഉണ്ടായിരിക്കും, സത്യമുണ്ടായിരിക്കും. സത്യം, നീതി, സ്നേഹം, ക്ഷമ, പൊറുത്തുകൊള്ളുതൽ, ക്ഷമിക്കുക, ക്ഷമ, പൊറുമ, ക്ഷമ എന്നിവയാണ് സത്യദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ. മറ്റുള്ളവരെ സ്നേഹിക്കുക, ഐക്യം, സ്നേഹം എന്നിവയാണ് സത്യദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ. സത്യദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഇവരിലുണ്ടോ? ഉത്തരം പറയുക. ഉണ്ടെങ്കിൽ ഈ അക്രമത്തിനും വഞ്ചനയ്ക്കും ചതിക്കും ഉപദ്രവത്തിനും അട്ടഹാസത്തിനും അഴിഞ്ഞാട്ടത്തിനും മക്കൾ നിൽക്കുകയില്ല. സത്യദൈവത്തിൽ നിന്ന് പിറന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള അക്രമം ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈടുപെടുകയില്ല, ഒരിക്കലും ഈടുപെടുകയില്ല. സമത്വം, നീതി, ന്യായം, സത്യം, സ്നേഹം, ക്ഷമ, പൊറുമൈ, സമാധാനം, ശാന്തം ഇതൊക്കെയാണ് സത്യദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ. ഇത് കടുകളവ് പോലും ഈ ഹിന്ദുത്വ തീവ്രവാദികളിൽ ഇല്ല. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ, ഹിന്ദുത്വ തീവ്രവാദികൾ പിശാചിൻ്റെ സന്തതികളാണ്.
ഇരുളിൻ്റെ അധിപതിയാണ് പിശാച്. അവനിൽ നിന്ന് പിറന്നവരാണ് ഹിന്ദുത്വ തീവ്രവാദികൾ. അതുകൊണ്ടാണ് ഈ അഴിഞ്ഞാട്ടങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് കാണിച്ചുകൊണ്ട് ലോകത്തിൽ നാട്ടിൽ അഴിഞ്ഞാടിക്കൊണ്ട് തിരിയുന്നത്. സത്യദൈവത്തിൽ നിന്ന് പിറന്നവരാണെങ്കിൽ അടക്കം, സമാധാനം, ശാന്തം, ക്ഷമ, സ്നേഹം, പൊറുമ, നീതി, സത്യം, ഈ ഗുണങ്ങൾ, സന്തോഷം ആകിയ ഗുണങ്ങൾ ഈ സത്യദൈവത്തിൽ നിന്ന് പിറന്നവരാണെങ്കിൽ ഉണ്ടായിരിക്കും. സത്യദൈവത്തിൽ നിന്ന് പിറന്നവരുടെ കൂടെ സത്യമുണ്ടായിരിക്കും, നീതിയുണ്ടായിരിക്കും, അന്യായം, അക്രമം ഉണ്ടായിരിക്കുകയില്ല, വഞ്ചന, ചതി ഉണ്ടായിരിക്കുകയില്ല. കള്ളം, കപടം, വഞ്ചന, ചതി, കൊല, കൊള്ള, അക്രമം എന്നിവ ഇവരിടത്തിൽ ഒരുപോതും ഉണ്ടായിരിക്കുകയില്ല. ഈ ഗുണങ്ങൾ വഹിച്ചിരിക്കുന്നവരൊക്കെ സാത്താനിൽ നിന്ന് പിറന്നവരാണ്, സാത്താൻ്റെ സന്തതികളാണ്, പിശാചിൽ നിന്ന് പിറന്നവരാണ്. ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങൾ അവരിൽ വെളിപ്പെടുന്നത്, അവരിൽ കാണുന്നത് എന്ന സത്യം ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. യേശു സത്യമാണെങ്കിൽ പിശാച് അസത്യമാണ്. യേശു ഒളിയാണെങ്കിൽ, യേശു വെളിച്ചമാണെങ്കിൽ പിശാച് ഇരുൾ ആണ്, അല്ലെങ്കിൽ അന്ധകാരമാണ്. യേശു വഴിയാണെങ്കിൽ പിശാച് വഴിയല്ല, തെറ്റായ വഴിയാണ്. സത്യത്തെ അറിയുന്നവൻ സത്യത്തിൽ നടക്കും, സത്യത്തിൻ പാതയിൽ നടക്കും, സത്യവഴിയിൽ പോയി പരലോകത്തിൽ ചേരും. സത്യവഴിയിൽ പോകാത്തവൻ, അന്ധകാരത്തിൽ ഇരിക്കുന്നവൻ, പിശാചിനെ പിന്നാടി പോകുന്നവൻ, പിശാചിനെ അനുഗമിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പോയി ചേരുകയില്ല. അവൻ പോയി ചേരുന്ന ഇടം പിശാച് ഇരിക്കുന്ന നരകമായിരിക്കും. അവിടെ തീക്കുണ്ടமாக എരിഞ്ഞുകൊണ്ടിരിക്കും. ആഴമായ കടൽ പോലെയുള്ള സ്ഥലത്ത്, ആഴമായ സ്ഥലത്തിൽ തീക്കുണ്ടം എരിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നരകമെന്ന് വിളിക്കുന്ന സ്ഥലം. അവിടെയായിരിക്കും പിശാചിനെ അനുഗമിച്ചുകൊണ്ട് ജീവിക്കുന്ന, അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ പോയി ചേരുന്ന ഇടം. യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലെ അന്ധകാരത്തിൽ ജീവിക്കുന്നു. അന്ധകാരത്തിൻ അധിപതിയായ സാത്താന് പിറന്നവരായതുകൊണ്ട് അന്ധകാരത്തെ പിന്തുടർന്നുകൊണ്ട്, അന്ധകാരത്തിൻ സ്വഭാവ ഗുണങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട്, அதை വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു. നിങ്ങൾ പോയി ചേരുന്ന സ്ഥലം നരകമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ സത്യമില്ല, നിങ്ങളിൽ ഉള്ളത് അസത്യം, നീതിയില്ല, നിങ്ങളിൽ ഉള്ളത് അന്യായം, ഐക്യമില്ല, നിങ്ങളിൽ ഉള്ളത് അക്രമം, നിങ്ങളിൽ നേർമയില്ല, നിങ്ങളിലുള്ളത് വഞ്ചന, സത്യമില്ല, ആത്മാർത്ഥതയില്ല. അതുകൊണ്ട് നിങ്ങളിലുള്ളത് വഞ്ചനയാണ്, ചതിയാണ്, അക്രമമാണ്. ഉപദ്രവം, വഞ്ചന, ചതി, അക്രമം, അഴിഞ്ഞാട്ടം, നുണ, കള്ളം, കപടം ആകിയ പിശാചിനുடைய സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ വെച്ചിരിക്കുന്നു. നിങ്ങൾ പിശാചിനെ അനുഗമിക്കുന്ന മക്കളാണ്. ആകയാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സാത്താൻ്റെ അനുയായിയായി ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ നരകത്തിലാണ് പോയി അവസാനിക്കുക. നിങ്ങൾ പോകുന്ന വഴി സത്യമല്ല, അസത്യത്തിൻ്റെ പാതയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. അറിയായിക കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ അസത്യത്തിൻ്റെ പാതയിൽ ചരിക്കുന്നു, പിശാചിനെ അനുഗമിക്കുന്നു. നിങ്ങൾ പോകുന്ന വഴി സത്യമാണോ അസത്യമാണോ എന്നത് അറിയാത്ത വിധം പിശാച് നിങ്ങളെ വഞ്ചിച്ച്, ചതിച്ച്, തെറ്റായ വഴിയിൽ നടത്തിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ പോകുന്ന വഴിയാണ് സത്യമെന്ന് സാത്താൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഞ്ചിച്ച്, ചതിച്ച്, തെറ്റായ വഴിയിൽ വഴി നടത്തിക്കൊണ്ട് പോകുന്നു എന്ന സത്യം നിങ്ങൾക്ക് അറിയുന്നില്ല എന്നതാണ് സത്യം. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന്. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ ഭൂമിയിലെ ജീവിതപ്രകാരം നമ്മൾ ഒരു നാൾ മരിക്കും. മരിച്ച ശേഷവും നമ്മൾ ജീവിക്കും എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം.
അതായത് ഈ ലോകാവസാന നാൾ ഒരു നാൾ വരും, കടന്നു വരും. ഈ ലോകം ഒരു നാൾ അവസാനിക്കും. ആ ലോകാവസാന നാളിൽ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആകായത്തിലെ മേഘങ്ങൾ വഴിയായി ഇറങ്ങി വരും. ഇറങ്ങി വന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം തീർക്കും. ആ ദിവസത്തിന് പേരാണ് ന്യായ തീർപ്പ് നാൾ. ആ നാളിൽ മരിച്ചവരെയൊക്കെ യേശു വിളിച്ച് എഴുന്നേൽപ്പിക്കും. കല്ലറകളിൽ നിന്ന് മരിച്ചുപോയവരൊക്കെ എഴുന്നേറ്റ് വന്ന് യേശുവിൻ്റെ മുന്നിൽ ന്യായ തീർപ്പിനായി കാത്തു നിൽക്കും. ആ നേരത്ത് യേശു സകല ജനങ്ങളെയും, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും എന്ത് വ്യത്യാസവുമില്ലാமல் ജാതി മത ഭേദമന്യേ സകലരെയും ന്യായം തീർക്കും, ന്യായം വിധിക്കും എന്ന സത്യം നിങ്ങൾക്ക് അറിയുകയില്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞുകൊള്ളുവിൻ ഈ വീഡിയോ മൂലமாக. ആ ന്യായത്തീർപ്പ് പെറ്റുകൊണ്ട്, ന്യായത്തീർപ്പ് വാങ്ങിക്കൊണ്ട് സത്യത്തിൽ ജീവിച്ചിരുന്നവർ, വെളിച്ചത്തിൽ ജീവിച്ചിരുന്നവർ, യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവർ നിത്യതയിലേക്ക് പ്രവേശിക്കും. സ്വർഗത്തിലേക്ക് യേശു കൂട്ടിക്കൊണ്ടുപോകും. അവിടെ നിത്യകാലം അവർക്ക് നിത്യജീവൻ സ്വർഗത്തിൽ കിട്ടും എന്നതാണ് ക്രിസ്ത്യാനികളുടെ പ്രതീക്ഷ. ന്യായത്തീർപ്പിന് വേണ്ടി, ലോകാവസാന നാളിനു വേണ്ടി ക്രിസ്ത്യാനികൾ കാത്തിരിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവെ വിശ്വസിക്കാത്തവൻ, യേശുവിൻ്റെ വാക്കുകൾ പ്രകാരം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ യേശുവിനെ വിശ്വസിക്കുന്നവർ മരിച്ച ശേഷം ന്യായത്തീർപ്പ് വാങ്ങി സ്വർഗത്തിൽ പോയി യേശുവിനോട് കൂടെ എന്നേക്കും ജീവിക്കുമെന്നതാണ് അതിൻ്റെ അർത്ഥം. യേശുവിൽ വിശ്വസിക്കാത്തവർ അവരുടെ കാര്യം കഷ്ടം. മരിച്ചാലും അവർ ജീവിക്കുകയില്ല. നരകത്തിൽ കൊണ്ടുപോയി തള്ളുവാറുകൾ അവരെയൊക്കെ നരകത്തിൽ കൊണ്ടുപോയി തള്ളും. നരകത്തിൽ പല്ലുകടിയും കരച്ചിലുമായിരിക്കും. ആ മീറ്റർ കണക്കിന് ഉയരത്തിൽ തീജ്വാലകൾ കത്തിക്കൊണ്ടിരിക്കും. അതിൽ കൊണ്ടുപോയി ഈ അസത്യത്തിലും സത്യത്തിൽ ജീവിക്കാത്ത മനുഷ്യരെ, പിശാചിൻ്റെ അടിമകളെ, പിശാചിൽ നിന്ന് പിറന്നവരെ, പിശാചിനെ അനുഗമിച്ച് ജീവിക്കുന്നവരെ അവിടെ കൊണ്ടുപോയി തള്ളും. ആ തീയിൽ കിടന്ന് വെന്ത് ചാവുകയാണ് അവരുടെ അടുത്ത ഘട്ടം. അതാണ് അവരുടെ അവസാനം. അതാണ് രണ്ടാമത്തെ മരണമെന്ന് ബൈബിളിൽ വിശേഷിപ്പിക്കുന്നത്. ആദ്യത്തെ മരണം ഭൂമിയിൽ നടക്കുന്ന മരണം, പ്രകൃതി സംബന്ധമായ മരണം. അതിനുശേഷം നിത്യമരണം. ഇതിന് പേരാണ് സെക്കൻഡ് ഡെത്ത്, അല്ലത് രണ്ടാമത്തെ മരണമെന്ന് ഇതിനെ വിളിക്കുന്നു. ഈ മരണത്തെ രണ്ടാമത്തെ മരണമെന്ന്, നരകത്തിൽ കൊണ്ടുപോയി തള്ളി അവിടെ കിടന്ന് ചാവുന്ന മരണമാണ് രണ്ടാമത്തെ മരണം. ആ മരണത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലുള്ള അസത്യത്തിൽ പിശാചിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മക്കൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അവിടെ നരകത്തിൽ പോയി അവസാനിച്ച ശേഷം മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. തിരിച്ച് അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് വരുവാനും കഴിയുകയില്ല. മനസ്സെ മാറ്റുവാനും കഴിയുകയില്ല. തീർപ്പെ മാറ്റുവാനും കഴിയുകയില്ല. അതായിരിക്കും അവരുടെ അന്തിമ ഘട്ടം. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ല. പരിതാപകരമായ അവസ്ഥ. ഈ അവസ്ഥയിലേക്കാണ് ഇന്ന് ഹിന്ദുത്വ തീവ്രവാദികൾ നാട്ടിൽ കിടന്ന് തുള്ളിക്കുതിച്ചുകൊണ്ട്, അഴിഞ്ഞാടിക്കൊണ്ട്, അട്ടഹാസങ്ങളെ ചെയ്തുകൊണ്ട് ജീവിച്ചു പോരുന്നത്. ഈ തീർപ്പിന് വേണ്ടിയാണ് അവർ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മുഴുവനും എന്ന സത്യം ഈ വീഡിയോ കേൾക്കുന്ന നല്ല ബുദ്ധിയുള്ള മനുഷ്യരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇങ്ങനെയായിരിക്കും തീർപ്പ്. ഈ തീർപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അസത്യത്തെയും സാത്താനെയും അന്ധകാരത്തെയും വിട്ട് സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും പിശാചിൽ നിന്ന് യേശുവിലേക്കും കടന്നു വര വേണ്ടും എന്ന് എനിക്ക് നിങ്ങളോട്
പറയുവാനുള്ളത്. ഈ ഭൂമിയിൽ കാണുന്നതൊന്നും സത്യമല്ല, നിരന്തരമല്ല, സ്ഥിരമാണതല്ല, താൽക്കാലികമാണ്. ഭൂമിയും ലോകത്തിലുള്ള സകലമും കടന്നു പോകും, അഴിഞ്ഞു പോകും. അതിനുശേഷം മറു ഉലകം വരും. ആ ലോകത്തിൽ, പരലോകത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്ത് ആയിരിക്കും ഈ ഭൂമിയിലുള്ള ജനങ്ങളിൽ ഒരു കൂട്ടം നല്ല മനുഷ്യർ, യേശുവിനെ പിൻപറ്റിയ അനുഗമിച്ച മക്കൾ, സത്യത്തിൽ ജീവിച്ചവർ. സത്യത്തിൽ ജീവിക്കാത്തവർക്ക് വേണ്ടി ഒരു സ്ഥലം ഒതുക്കിയിട്ടുണ്ട്. ആ സ്ഥലത്തായിരിക്കും അസത്യത്തിൽ ജീവിച്ചവർ, അന്ധകാരത്തിൽ ജീവിച്ചവർ, പിശാചിന് അടിമയായി ജീവിച്ചവർ, പിശാചിൽ നിന്ന് പിറന്നവർ പോയി ചേരുന്ന സ്ഥലമാണ് അത്. അവർക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലമാണ് അത്. പിശാചിന് വേണ്ടി ഒരുക്കിയ സ്ഥലം നരകമെന്ന് അതിനെ വിളിക്കുന്നു ബൈബിളിൽ. ആ സ്ഥലത്ത് അക്കിനി തീക്കുണ്ടമാകെ കത്തിക്കൊണ്ടേയിരിക്കും. അവിടെയായിരിക്കും യേശുവിൽ വിശ്വസിക്കാത്ത ജനങ്ങൾ പോയി ചേരുന്നത് എന്ന സത്യവും നിങ്ങൾ ഈ വീഡിയോ മൂലം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അവസാനം പരിതാപകരമായ അവസ്ഥയ്ക്ക് പോയി ചേർന്ന ശേഷം എനിക്കിതൊന്നും അറിയില്ല എന്ന് ഒരു മനുഷ്യനും പറയണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന സത്യം എനിക്കറിയില്ലായിരുന്നു എന്ന് ഒരു മനുഷ്യനും പറയണ്ട. ഈ വീഡിയോ മൂലം സത്യത്തെ മനസ്സിലാക്കിക്കൊള്ളുക. ആരും പറഞ്ഞു തന്നില്ല എന്ന് ആരും പറയണ്ട. ഇതിൽ നിന്ന് സത്യം എന്താണ്, എങ്ങനെയാണ് ലോകം അവസാനിക്കുക, അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളും ഈ വീഡിയോ മൂലം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആരും എനിക്കറിയില്ല, നിനക്കറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കേണ്ട. ഈ വീഡിയോ മൂലം ഈ ലോകത്തിലുള്ള മനുഷ്യരോട് പറയുവാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മലയാളികൾക്ക് ഈ വീഡിയോയിലെ എല്ലാ വിഷയങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സത്യം അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അറിയാതെ പോയാൽ നിങ്ങളുടെ കഷ്ടകാലം. നിങ്ങളിൽ സത്യം ഇല്ലെങ്കിൽ നിങ്ങൾ അഴിഞ്ഞു തന്നെ പോകും. നിങ്ങളിൽ അസത്യമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അഴിഞ്ഞു തന്നെ പോകും. ആകയാൽ അഴിയാതിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, നശിക്കാതിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ സത്യത്തിലേക്ക് കടന്നു വരിക. അസത്യത്തെ വിട്ട് സത്യത്തിലേക്ക് കടന്നു വരിക. ഇരുളെ വിട്ട് വെളിച്ചത്തിലേക്ക് കടന്നു വരിക. അന്ധകാരത്തെ വിട്ട് ഒളിയിലേക്ക് കടന്നു വരിക. പിശാചെ വിട്ട് യേശുവിലേക്ക് കടന്നു വരിക. നിങ്ങൾ ജീവിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുകയില്ല, നിത്യമായി മരിച്ചു പോകും. രണ്ടാമത്തെ മരണത്തിക്കുള്ളാകും. നരകത്തിൽ പോയി നിങ്ങൾ അവസാനിക്കും. അതോടെ നിങ്ങളുടെ അന്ത്യമായിരിക്കും. അതിൽ നിന്ന് രക്ഷയും പ്രാപിക്കുക സാധ്യമല്ല. മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വാക്കുകളെ സ്വീകരിച്ച് മനസ്സ് മാറിക്കൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എല്ലാം നഷ്ടം.